ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. പ്രാർത്ഥനയോടെ കൂടി ഇരിക്കുക. എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ മഹാഗുരുവായ പരമശിവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഇന്നത്തെ ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ എനർജീസ് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് വളരെ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. അതുപോലെ നിങ്ങളുടെ ഒരു ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ആവുന്നു, ഒരു കാർമിക് പ്ലേസിൽ നിന്ന് നിങ്ങൾ മൂവ് ആവുന്നുണ്ടാവും. അതുപോലെ ഒരു കാർമികമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എൻഡായി നിങ്ങൾ അതിൻ്റെ പുറത്ത് കിടക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്കിന്ന് ഭാഗ്യം കടാക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അതായത് നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതുപോലെ ചിട്ടി, പിന്നെന്താ ലോട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ലൈഫിലൊരു ഒരു ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് മാറ്റം എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. നിങ്ങൾ ചില തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി ഇതിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോവില്ല എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ വേണ്ട എന്ന് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. മാറ്റമാണ്. അതായത് എന്തിലാണോ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നത് അത് വേണ്ട എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളെ വേണ്ടാന്ന് വയ്ക്കാനും വേണ്ട കാര്യങ്ങളെ വേണം എന്ന് വയ്ക്കാനും നിങ്ങൾ ഇന്ന് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ ഹെർമിറ്റ് എനർജിയാണ് ഇത്. നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത് സ്റ്റക്ക് എനർജി ആയിരിക്കും. ഒരു ഹെർമിറ്റ് എനർജിയാണ്. നിങ്ങൾ ആത്മപരിശോധന ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. കുറച്ചധികം ദിവസങ്ങളായിട്ട് നിങ്ങൾ ഒരു സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനാണ് പ്രയാസം. അവിടെ ഇന്ന് ആ തീരുമാനം വരുന്നുണ്ട്. ആ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഹെർമിറ്റ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് ഒരുപാട് സമയം ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മപരിശോധന ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിന്ന് സ്പിരിച്വലായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. സ്പിരിച്വൽ പേഴ്സൺസിനെ കണ്ടെത്തുകയും അവരിൽ നിന്ന് ഗൈഡൻസ് സ്വീകരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മെൻറ്ററിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിൽ ഒരു മെൻറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് കണ്ടെത്താനും ശ്രമിക്കുന്നതായിട്ടാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത് കേട്ടോ. ഒരു ഒറ്റപ്പെടലും സ്റ്റക്നെസ്സും ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുക, ഒറ്റപ്പെടൽ അനുഭവിക്കുക, അതൊക്കെയുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചിന്താഗതിയിൽ മാറ്റം വരിക എന്നാണ്. ചിന്താഗതിയിൽ മാറ്റം വന്ന് വളരെ ബോൾഡ് ആവുക, വളരെ സ്ട്രോങ് ആവുക. ഒരു ഇച്ഛാഭംഗമില്ലാതെ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നേരത്തെ ആണെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എടുത്താൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് ഒരു മനസ്സുകൊണ്ട് യാതൊരു മാനസിക ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യം കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന വിധം നിങ്ങൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് കരിയറിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ജോലി മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് അന്നുണ്ടായിരുന്നൊരു കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറിയിട്ട് നിങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നുണ്ടാവും. പഴയ കൂട്ടുകാർ മാറി പുതിയ കൂട്ടുകാർ വരുന്നുണ്ടാവും. പഴയ ജോലിസ്ഥലം മാറി പുതിയ ജോലിസ്ഥലം വരുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം സെയിം തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിനോടൊക്കെയുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നതാണ്. കൂട്ടുകാരോട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ നിൽക്കുന്ന ജോലിസ്ഥലം സെയിം ആണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഒരു ജോലിസ്ഥലത്ത് നിങ്ങൾ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും. അങ്ങനെ മൊത്തത്തിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളിൽ വന്നതായിട്ടാണ് ക്വീൻ ഓഫ് വാൻഡും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നാണ് കാണുന്നത്. എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റക്കായി നിന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. സ്റ്റക്നെസ്സിൽ നിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ എയർ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻറ്റിമേഷൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ അപ്പോൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യങ്ങൾ വർക്കാവാൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷൻ കിട്ടാതിരുന്നിടങ്ങളിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല വാർത്ത കിട്ടാൻ സാധ്യതയുണ്ട്.
ഇതാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു കോളോ മെസ്സേജോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. എവിടെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നത് കാണുന്നുണ്ട്, അത് ഇന്ന് ക്ലിയർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീടിന് വേണ്ടിയിട്ട് വീടിനെ നിങ്ങൾ നർച്ചർ ചെയ്യുന്നുണ്ടാവും. വീട്ടുകാർ എല്ലാവരെയും നിങ്ങൾ പരിപോഷിപ്പിക്കുക, പരിലാളിക്കുക, അതൊക്കെയാണ് ഒരു മദർലി അഫെക്ഷനാണ്. അതുപോലെ നിങ്ങൾ പരിപാലിക്കുകയാണ്, അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള ആരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പണം വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പണം ഇന്ന് നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം അവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന പണം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടത് നല്ല തീരുമാനങ്ങൾ, നല്ല ഓഫറുകൾ അല്ലെങ്കിൽ നല്ല സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് കിട്ടാൻ സാധ്യതകളായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. പണത്തിന് വേണ്ടിയാവാം, ഒരു വ്യക്തിക്ക് വേണ്ടിയാവാം വെയിറ്റ് ചെയ്യുന്ന ആളുകളെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ എംപ്രസ് എനർജിയാണ്. ഇന്ന് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങി എവിടെയെങ്കിലും പോകാൻ പറ്റും. ആ പോകുമ്പോൾ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ആളുകൾ ഇങ്ങനെ നോക്കുകയും നിങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൊരു വല്ലാത്ത അഭിമാനം തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് നല്ലതും ചീത്തയും ആളുകൾ പറയും, അത് നിങ്ങൾ കേൾക്കുകയും ചെയ്യും. നല്ലത് പറയുന്നതും നിങ്ങൾ കേൾക്കും, ചീത്ത പറയുന്നതും നിങ്ങൾ കേൾക്കും. നിങ്ങളെക്കുറിച്ച് നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതൊക്കെ നിങ്ങളിന്ന് കേൾക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് എംപ്രസ് എനർജി പറയുന്നത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഹൈ എനർജിയുള്ള ദിവസമാണ്. നിങ്ങളെ ആളുകൾ നോക്കും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ഒരാളായിട്ടാണ് ഇന്ന് കാണുന്നത്. വളരെ വില കൂടിയ വസ്ത്രമാകാം, വില കുറഞ്ഞ വസ്ത്രമാണെങ്കിലും വൃത്തിയുള്ള വസ്ത്രമായിരിക്കാം. നല്ലതായിട്ടൊക്കെ ഭംഗിയായിട്ട് നിങ്ങളെ ഇന്ന് അഡോൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പണം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറ്റും, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റും, ജനറസ് ആയിട്ടിരിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, അതിനൊക്കെ ഇന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. സൺ കാർഡാണ്. പുതിയ തുടക്കമാണ്. വളരെ ഹാപ്പി ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട്, വളരെ വൈബ്രൻ്റ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ഇത് പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല വാർത്തകൾ, വിളംബരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതിന്. നിങ്ങളിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ദിവസമാണ്. നിങ്ങൾ ഓൾറെഡി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാവും. എന്തായാലും ഇന്ന് നിങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ സാധ്യതയുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. നല്ല ദിവസമാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വീണ്ടും 4 ഓഫ് സൂഡ് വന്നിട്ടുണ്ട്. കുറച്ചധികം ദിവസമായിട്ട് 4 ഓഫ് സൂഡ് വരുന്നുണ്ട്. സൂക്ഷിക്കണം. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർജറി കഴിഞ്ഞിട്ടോ, ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കൊണ്ട് ബെഡ് റിഡൻ ആയിപ്പോയിട്ടുള്ള ആരുടെയോ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ഓക്കെ ആണ് എന്ന് പറയുമ്പോൾ മാത്രം, ഡോക്ടേഴ്സ് നിങ്ങളോട് നടക്കാനും എന്തെങ്കിലും ചെയ്തോളാൻ പറയുമ്പോൾ മാത്രം നിങ്ങളത് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. ഇനി റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് റെസ്റ്റ് എടുക്കണം. നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുവാണ്. അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. 4 ഓഫ് സൂഡ് ഒരു റെസ്റ്റിംഗ് എനർജിയാണ്. അതുപോലെ ഹീലിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവും, ഹീൽ ചെയ്യപ്പെടുന്നുണ്ടാവും. നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹീൽ ചെയ്യുന്ന സമയമാണ്. നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പോകരുത്. നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള സമയമല്ല. നിങ്ങളുടെ വൂണ്ടുകളെ നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടത് വന്നു എന്ന് മനസ്സിലാക്കുക. അതിനെ നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആ മുറിവിനെ ഉണക്കാൻ ശ്രമിക്കുക. ആ മുറിവിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പോകണ്ട എന്നാണ് 4 ഓഫ് സോഡ് പറയുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റുകളുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നെഗറ്റീവ് അടിച്ചടിച്ചിരിക്കുന്നില്ല. അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ മരണവാർത്ത കേൾക്കുക, ഇതൊക്കെ സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു എനർജി വരുമ്പോൾ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റ് കാർഡൊക്കെ പറഞ്ഞില്ലേ, ഹെർമിറ്റ്, സൺ കാർഡൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഉൾവിളി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആത്മപരിശോധന നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത് ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്.
പിന്നെ ഇതൊരു പുതിയ തുടക്കമാണ്. പുതിയ പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയൊരു എയിം, പുതിയൊരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് തുടങ്ങുക, അതൊക്കെയാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. പിന്നെ വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. ബോട്ടം വന്നിരിക്കുന്ന ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നേരത്തെ നീതി നിഷേധിക്കപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിന്ന് നീതി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തോ ഒരു നീതിയില്ലായ്മ നിങ്ങൾ ഫേസ് ചെയ്തിരുന്നെങ്കിൽ ആ നീതി ഇന്ന് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, ഏറ്റവും നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ സംഭവിച്ചതിനും സംഭവിക്കുന്നതിനും കിട്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി എന്താണ് അന്നത്തെ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് സക്സസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു സക്സസ്സിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ ഇംപ്രൂവിങ് ഹെൽത്ത്, ഞാൻ പറഞ്ഞില്ലേ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആരോ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്കാവാം, നിങ്ങൾ വളർത്തുന്ന എന്തിനെങ്കിലും ആകാം, പെറ്റ്സിനാവാം, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്കാവാം. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടൊക്കെ എന്തിനെങ്കിലും പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാലനം ഒരു വിഷമഘട്ടത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട് കേട്ടോ. ആരോ ഒരാളായിരിക്കാം, ഒന്നിലധികം പേരായിരിക്കാം. കുറേ ദിവസം കൊണ്ട് ഈ കാർഡ് കാണുന്നുണ്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരോ. പിന്നെ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്, അതന്നാണ് ഹെർമിറ്റ് പറഞ്ഞത്. ആത്മപരിശോധന ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ മെൻറ്ററാണ്, നിങ്ങളിൽ തന്നെ ഒരു മെൻറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്, പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണെന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒന്നും കൂടെ ശിവരാത്രി ആശംസകൾ കേട്ടോ. താങ്ക് യു സോ മച്ച്.